വി.ഡി. സതീശൻ കണക്ക് തീർക്കാൻ സ്കെച്ചിട്ട് വെച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥരൊരാൾ അജിത് കുമാറാണ്. നോക്കൂ ദിവ്യ, ഈ കേസ് ഈ നവകേരള സദസ്സ് എന്ന് വെച്ചാൽ ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് രണ്ടാമത്തെ ദിവസം റീ ഓപ്പൺ ചെയ്യാൻ UDF സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനും നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സാധ്യതകളെ വി.ഡി. സതീശനും ഈ UDF സർക്കാരും തിരിച്ചറിയുന്നുണ്ട്. അതിൽ MR അജിത് കുമാറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നേരത്തെ അതിൻ്റെ സൂചനകൾ വി.ഡി. സതീശന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, മുണ്ടക്കൈ ദുരന്തത്തെ പോലും മറയാക്കിക്കൊണ്ട് ഈ ആളുകളെ സംരക്ഷിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന് ഇതിലൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ വിവരങ്ങൾ കിട്ടാൻ ഒരു പണിയുമില്ല വി.ഡി. സതീശനെ മനസ്സിലായി. എന്ന് വെച്ചാൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ സാജു കപട സൂചിപ്പിച്ചല്ലോ. എന്ന് വെച്ചാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പ്രതിപക്ഷത്തെയും ഭരണത്തിന്റെ മുഷ്കുപയോഗിച്ച് അടിച്ചൊതുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു MR അജിത് കുമാർ. MR അജിത് കുമാറിലേക്ക് ഈ കേസ് അന്വേഷണം പോകുന്നുണ്ടെങ്കിൽ പിന്നീട് അത് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ PV അൻവർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിയിലേക്കാണ്. ഓഫ് കോഴ്സ് അത് അജിത് കുമാറിൽ എത്തുന്നുണ്ടെങ്കിൽ അത് P ശശിയിലേക്ക് എത്താനും P ശശിയിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്താനും അധികം ദൂരം വേണ്ട. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ACP ഷൗക്കത്ത് അലിയെയും നമ്മുടെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ ബൈജു പൗലോസിനെയും രണ്ടാമത്തെ ദിവസം ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് ഇറക്കി വിടുന്നുണ്ടെങ്കിൽ കാര്യമായ ഉദ്ദേശലക്ഷ്യം ഇതിന് പുറകിലുണ്ട്. ഈ അന്വേഷണം നിശ്ചയമായും അജിത് കുമാറിലേക്ക് എത്തും, നടപടി വരും. പക്ഷെ അതിന് ഒരു നിയമോപദേശം തേടണം, ADGP-ലേക്ക് എത്തണം, എങ്ങനെ എത്തിക്കും എന്നുള്ള കാര്യങ്ങളിലടക്കം ആ ADGP-യുടെ കീഴിലുള്ള ASI-മാരുടെ കൃത്യമായ മൊഴികളുണ്ട്, എളുപ്പത്തിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു പല കണക്കുകൾ ലിസ്റ്റിട്ട് വെച്ചതുകൊണ്ട് വി.ഡി. സതീശനും ഓഫ് കോഴ്സ് രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാം ഒന്നൊന്നായി തീർക്കും.